എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. രജിസ്ട്രേഷൻ ഈ മാസം 10-ാം തീയതി മുതലായിരിക്കും ആരംഭിക്കുക എന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗം എക്സാമിനേഷൻ ബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മാർച്ച് മാസം 10-ാം തീയതി മുതൽ മാർച്ച് മാസം 15-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് പിഴയില്ലാതെയും മാർച്ച് മാസം 17-ാം തീയതി വരെ 190 രൂപ പിഴയോടും കൂടി 200 രൂപ പിഴയോടും കൂടിയിട്ട് വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാം. മാർച്ച് മാസം 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് പിഴയില്ലാതെയും 17-ാം തീയതി വരെ 200 രൂപ ഫൈനോടും കൂടിയിട്ടാണ് രജിസ്റ്റർ ചെയ്യുക. ഒന്നുകൂടെ പറയാം, മാർച്ച് മാസം 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെ പിഴയില്ലാതെയും മാർച്ച് മാസം 17 വരെ 200 രൂപ പിഴയോടും കൂടി രജിസ്റ്റർ ചെയ്യാം. പരീക്ഷാ ടൈം ടേബിൾ എന്ത് ചെയ്യും? മാർച്ച് 17-ന് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാകും. ഹാൾ ടിക്കറ്റ് മാർച്ച് മാസം 26-ന് നിങ്ങൾക്ക് എക്സാമിനേഷൻ ബ്രാഞ്ചിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും. അതുപോലെ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടെൻറ്ററ്റീവ് ഡേറ്റ് ആയിട്ട് ഏപ്രിൽ 1, എക്സാം തുടങ്ങുന്ന ടെൻറ്ററ്റീവ് ഡേറ്റ് ഏപ്രിൽ 1 ആയിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ട് നിങ്ങളിലേക്ക് അറിയിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, 2019 to 2023 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെയാണ് 2019 to 2023 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന അവസരമായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ മൈ നെയിം ഈസ് കരീദ, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. ടൈം ഫോർ വാച്ചിങ്. ബൈ.